ഓക്കെ, അപ്പം നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് സെക്ഷൻ 24 സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് സെക്ഷൻ 24 എന്താണെന്ന് വായിക്കാം. സെക്ഷൻ 24 പറയുന്നത് ഓൺ അപ്രൂവൽ ഓർ ഓൺ സെയിൽ ഓഫ് റിട്ടേൺ, അങ്ങനത്തെ ഒരു കേസിൽ ഗുഡ്സ് അയച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് പ്രോപ്പർട്ടി പാസ്സാവുന്നത്, അതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെൻ ഗുഡ്സ് ആർ ഡെലിവേർഡ് ടു ദ ബയർ. ഇപ്പോൾ ഗുഡ്സ് ഇവിടെ ഡെലിവർ ചെയ്തു. എങ്ങനെയാണ് ഡെലിവർ ചെയ്തിരിക്കുന്നത്? ഡെലിവേർഡ് ടു ദ ബയർ ഓൺ അപ്രൂവൽ. ഓൺ അപ്രൂവൽ അതൊരു ക്ലോസ് ആണ്. ഓൺ അപ്രൂവൽ ഓർ ഓൺ സെയിൽ ഓർ റിട്ടേൺ ഓർ അതർ സിമിലർ ടേംസ്. എപ്പോഴാണ് പ്രോപ്പർട്ടി പാസ് ആവുന്നത് ബയറിലേക്ക്? ദ പ്രോപ്പർട്ടി ദെയറിൻ പാസ് ടു ദ ബയർ. രണ്ട് കേസിൽ, ഒന്ന് അയാളുടെ അപ്രൂവൽ സിഗ്നിഫൈ ചെയ്യുക. അപ്രൂവൽ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ്. സെല്ലറിന് അയാളുടെ അപ്രൂവൽ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് സിഗ്നിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സിഗ്നിഫൈസ് ഹിസ് അപ്രൂവൽ ഓർ ആക്സെപ്റ്റൻസ് ടു ദ സെല്ലർ. അല്ലെങ്കിൽ ഡസ് എനി ആക്ട്, അയാൾ എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യാണ്. അഡോപ്റ്റിംഗ് ദ ട്രാൻസാക്ഷൻ, ആ വേർഡ് ഓർത്ത് വയ്ക്കണം. അയാൾ സിഗ്നിഫൈ ചെയ്യാണ് സെല്ലറിന് അയാളുടെ അപ്രൂവൽ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ്. അപ്പം പ്രോപ്പർട്ടി പാസ്സാവും. അതായത് ഇത് ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഈ ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ അയച്ചു തരുന്നു. അത് അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കും, എന്നിട്ട് എനിക്ക് പൈസ തരും. അതായത് ഒരു ട്രയൽ ബേസിസിൽ അയക്കുന്നതായിരിക്കും. കുറച്ച് ഗുഡ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നു, നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതേമാതിരി തന്നെ ശരിയാ, എക്സാക്ട്ലി റൈറ്റ്. അപ്പോൾ നമ്മൾ അവരുടെ കൈ കൊടുക്കുന്നു, അവർക്കത് ഇഷ്ടമാണെങ്കിൽ അവർ റീറ്റെയിൻ ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് പൈസ തരുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ റിട്ടേൺ ചെയ്യും. അത് തന്നെയാണ് ഈ ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അതിന് വേറൊരു പേര്, ഓൺ സെയിൽ ഓർ റിട്ടേൺ. ഒന്ന് ഇഷ്ടമാണെങ്കിൽ അത് എടുത്തു വെക്കും, അപ്പോൾ അത് സെയിലായി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യും, അതാണ് ഓൺ സെയിൽ ഓർ റിട്ടേൺ. അങ്ങനത്തെ ഗുഡ്സ് ആണെങ്കിൽ അത് ഡെലിവറി ചെയ്യുമ്പോൾ ടു ദ ബയർ ഓൺ, ഈ ഒരു കേസിൽ ഓൺ സെയിൽ ഓർ റിട്ടേൺ കണ്ടീഷനിലാണ് ഡെലിവർ ചെയ്യുന്നത് എങ്കിൽ എപ്പോഴാണ് പ്രോപ്പർട്ടി പാസ് ആവുന്നത്? ബയർ എന്തെങ്കിലും ഒരു സിഗ്നിഫൈ ചെയ്യാണ് സെല്ലറിന്. ബയർ സെല്ലറിന് സിഗ്നിഫൈ ചെയ്ത് കൊടുക്കുകയാണ് അയാളുടെ അപ്രൂവൽ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ്. ഹിസ് അപ്രൂവൽ ഓർ ആക്സെപ്റ്റൻസ് അത് സിഗ്നിഫൈ ചെയ്യുന്ന സമയത്ത്. അല്ലെങ്കിൽ ഓർ എനി അതർ ആക്ട് അഡോപ്റ്റിംഗ് ദ ട്രാൻസാക്ഷൻ. ഓർ എനി അതർ ആക്ട്, വേറെ എന്തെങ്കിലും ആക്ട് അഡോപ്റ്റിംഗ് ദ ട്രാൻസാക്ഷൻ. ഡസ് എനി അതർ ആക്ട് അഡോപ്റ്റിംഗ് ദ ട്രാൻസാക്ഷൻ. അപ്പോഴാണ് പ്രോപ്പർട്ടി ബയറിലേക്ക് പാസ്സാവുന്നത്. ഇനി അല്ലെങ്കിൽ ഇത് ഒരു കണ്ടീഷൻ. ഇനി രണ്ടാമത് എങ്ങനെയാണ്? ഇത് പറഞ്ഞിരിക്കുന്നത് അയാളുടെ അപ്രൂവൽ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് സിഗ്നിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. സിഗ്നിഫൈ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഡസ് നോട്ട് സിഗ്നിഫൈ. ഇഫ് ഹി ഡസ് നോട്ട് സിഗ്നിഫൈ ഹിസ് അപ്രൂവൽ ഓർ ആക്സെപ്റ്റൻസ് ടു ദ സെല്ലർ, അയാൾ ഒന്നും ചെയ്യുന്നില്ല, ബട്ട് റീറ്റെയിൻസ് ദ ഗുഡ്. പക്ഷെ ആ ഗുഡ്സ് വെച്ചോണ്ടിരിക്കുകയാണ് അയാൾ. സിഗ്നിഫൈ ചെയ്യുന്നൊന്നുമില്ല, വെച്ചോണ്ടിരിക്കുന്നു. നോട്ടീസ് ഓഫ് റിജക്ഷനും കൊടുക്കുന്നില്ല, അല്ലേ? അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അയാൾ ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, റിജക്ഷന്റെ നോട്ടീസും കൊടുത്തിട്ടില്ല, ഒരു തരത്തിലുള്ള സിഗ്നിഫൈ ചെയ്തിട്ടില്ല അയാളുടെ അപ്രൂവൽ ഓർ ആക്സെപ്റ്റൻസ്. അയാളുടെ ആ ഗുഡ്സിനോടുള്ള അപ്രൂവലോ ആക്സെപ്റ്റൻസോ അയാൾ സെല്ലറിന് സിഗ്നിഫൈ ചെയ്തിട്ടില്ല, പക്ഷെ ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. റിജക്ഷന്റെ നോട്ടീസും കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് പ്രോപ്പർട്ടി പാസ് ആവുന്നത്? എപ്പോൾ മുതലാണ് ബയർ അതിന്റെ ഓണർ ആവുന്നത്? ദെൻ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇഫ് എ ടൈം ഹാസ് ബീൻ ഫിക്സ്ഡ് ഫോർ ദ റിട്ടേൺ ഓഫ് ദ ഗുഡ്സ്, ഈ ഗുഡ്സ് തിരിച്ചു തരുന്നതിന്, റിട്ടേൺ ഓഫ് ദ ഗുഡ്സിന് വേണ്ടിയിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓൺ ദ എക്സ്പിറേഷൻ ഓഫ് സച്ച് ടൈം, ആ ടൈം പീരിയഡ് അവസാനിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ബയറിലേക്ക് പാസ്സാവും. ആ എക്സ്പിറേഷൻ ടൈം ആ ടൈമിന്റെ എക്സ്പിറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബയർ അതിന്റെ ഓണർ ആവും. ഇനി അങ്ങനെ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടില്ല എന്ന് വെക്കുക. ഇഫ് നോ ടൈം ഹാസ് ബീൻ ഫിക്സ്ഡ്, അങ്ങനെ ടൈം ഫിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓൺ ദ എക്സ്പിറേഷൻ ഓഫ് എ റീസണബിൾ ടൈം. വാട്ട് ഈസ് എ റീസണബിൾ ടൈം എന്നുള്ളത് കോടതി തീരുമാനിക്കും. ഓക്കെ, ഓൺ ദ എക്സ്പിറേഷൻ ഓഫ് എ റീസണബിൾ ടൈം. ഓക്കെ, അപ്പൊ ഇത് ആക്ട് മനസ്സിലായല്ലോ, ആക്ടിലെ ലാംഗ്വേജ് മനസ്സിലായില്ല. അതായത് ഒന്ന്, അപ്പൊ അയാൾക്ക് ഇങ്ങനെ ഒരു ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ഓൺ സെയിൽ ഓർ റിട്ടേൺ ആണെങ്കിൽ ഒരു കാര്യം അയാൾ ചെയ്യുക. ഒന്ന് പറഞ്ഞാൽ അയാൾ സിഗ്നിഫൈ ചെയ്യാണ് സെല്ലറിന് അവരുടെ അപ്രൂവൽ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ്. അല്ലെങ്കിൽ എനി അതർ ആക്ട് അഡോപ്റ്റിംഗ് ദ ട്രാൻസാക്ഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണത്. എനി അതർ ആക്ട് അഡോപ്റ്റിംഗ് ദ ട്രാൻസാക്ഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബയർ ആ ഗുഡ്സിന്റെ ഓണറായി, പ്രോപ്പർട്ടി അയാൾക്ക് മാറി. ഇനി അയാൾ ഒന്നും സിഗ്നിഫൈ ചെയ്യുന്നില്ല എന്ന് വെക്കുക.
അയാൾ ആ ഗുഡ്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ്, റീറ്റെയിൻ ചെയ്യാണ്, നോട്ടീസ് ഓഫ് റിജക്ഷനും കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ടൈം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇനി ഇത്ര സമയത്തിനുള്ളിൽ അത് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈം പീരീഡ് എക്സ്പയർ ചെയ്ത് കഴിയുമ്പോൾ അയാൾ ബയർ അതിന്റെ ഓണർ ആവും. ഇനി ടൈമും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു റീസണബിൾ ടൈം കഴിയുമ്പോൾ, ഒരു റീസണബിൾ ടൈമിന്റെ എക്സ്പിറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇതിന്റെ ഓണർ ആവും, ബയർ. അതായത് പ്രോപ്പർട്ടിന്റെ ഗുഡ്സ് അയാളിലേക്ക് മാറും. ഇത് ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അവതാർ സിംഗിന്റെ ബുക്ക് എടുത്ത് സെക്ഷൻ 24 ഒന്ന് നോക്കാം. ഓക്കെ. മുമ്പായിരിക്കും അല്ലേ? നമുക്ക് സെക്ഷൻ 24 നോക്കാം. സെക്ഷൻ 24 ഇവിടെ ആദ്യം ബെയർ ആക്ട് കോപ്പി ചെയ്തിരിക്കുകയാണ്. സെയിൽ ഓഫ് അപ്രൂവൽ, സെയിൽ ഓഫ് അപ്രൂവൽ അല്ല, സെയിൽ ഓൺ അപ്രൂവൽ, ഓൺ അപ്രൂവൽ സെക്ഷൻ 124. സെക്ഷൻ 24 പറയുന്നത് എന്താ? പാസിംഗ് ഓഫ് ഗുഡ്സ് വെൻ passing of property when goods are delivered on approval or on sale of return or some other similar terms. ഓക്കെ, അതിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ ബെയർ ആക്ടിന്റെ ലാംഗ്വേജ് അതേമാതിരി കോപ്പി ചെയ്തു. എന്നിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ എസെൻസ് ഓഫ് ദ റൂൾ എന്താ വെച്ചാൽ, പ്രോപ്പർട്ടി എപ്പോഴാണ് പാസ് ചെയ്യുന്നത്? ഐദർ ബൈ ആക്സെപ്റ്റൻസ് ഓർ ബൈ ഫെയിലിയർ ടു റിട്ടേൺ വിത്തിൻ എ റീസണബിൾ ടൈം. ഇത് ശരിയാണ്. ആദ്യത്തേത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഓണറായി. അതാണ് ഐദർ ബൈ ആക്സെപ്റ്റ് ചെയ്ത ഓണറായി. അല്ലെങ്കിൽ എന്ത് പറ്റും? ഫെയിലിയർ ടു റിട്ടേൺ ചെയ്തില്ല എന്ന് വെക്കുക. ഒരു റീസണബിൾ ടൈമിന്റെ ഉള്ളിൽ, അതായത് ഒരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്തിന്റെ ഉള്ളിൽ റിട്ടേൺ ചെയ്തില്ലെങ്കിൽ ഓണറായി. അല്ലെങ്കിൽ സമയം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് ഒരു റീസണബിൾ ടൈമിന്റെ ഉള്ളിൽ റിട്ടേൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, റീസണബിൾ ടൈം എക്സ്പയർ ചെയ്ത് കഴിയുമ്പോൾ അയാൾ അതിന്റെ ഓണറായി. അപ്പൊ ഇതിവിടെ റിട്ടേൺ എന്ന് പറയുന്നത് റിട്ടേൺ വിത്തിൻ റീസണബിൾ ടൈം. ഇതാണ് ഈ രണ്ട് സംഭവം പറഞ്ഞിരിക്കുന്നത്. റീസണബിൾ ടൈമിന്റെ ഉള്ളിൽ റിട്ടേൺ ചെയ്തില്ലെങ്കിൽ അയാൾ ഓണറാവും. അയാൾ എന്തെങ്കിലും ഒരു ഇത് സിഗ്നിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ആക്സെപ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാലും അയാൾ ഓണറാവും. ഓക്കെ, അങ്ങനെയാണ് പ്രോപ്പർട്ടി പാസ്സാവുന്നത്. ഇനി അപ്പോൾ നമുക്ക് ആദ്യത്തെ 24(1) പറയുന്നത് ആക്സെപ്റ്റൻസ്. അങ്ങനെയാണോ ആക്ട് കിടക്കുന്നത്? 24(1) എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ല. 24A ആണ് കിടക്കുന്നത്. 24A എന്നാണ് പറയേണ്ടി വരുന്നത്. ഓക്കെ, ഇൻ ദ ഫസ്റ്റ് പ്ലേസ് എപ്പോഴാണ് പ്രോപ്പർട്ടി പാസ് ആവുന്നത്? അത് ബയർ സിഗ്നിഫൈ ചെയ്യുമ്പോൾ അയാളുടെ ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അപ്രൂവൽ ഓർ അതർവൈസ് അഡോപ്റ്റ്സ് ദ ട്രാൻസാക്ഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓർ അതർവൈസ് അഡോപ്റ്റ്സ് ദ ട്രാൻസാക്ഷൻ. ഓക്കെ, ഇനി ഈ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ആവാം, ഇംപ്ലൈഡ് ആവാം. അത് ഇംപ്ലൈഡ് ഫ്രം കോണ്ടാക്ട്. ഒന്നുകിൽ എക്സ്പ്രസ് ആയിട്ട് അയാൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അയാളുടെ കോണ്ടാക്റ്റിൽ നിന്ന് ഇംപ്ലൈഡ് ആവാം. ഇനി വേറൊരു സംഭവം ഉണ്ട് ഇവിടെ, ഒരു ബൈ അഡോപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അഡോപ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു വേർഡ് ഉണ്ട്, അഡോപ്റ്റിംഗ്. കണ്ടോ? ഓർ എനി അതർ ആക്ട് അഡോപ്റ്റിംഗ് ദ ട്രാൻസാക്ഷൻ. അയാൾ ഏതെങ്കിലും രീതിയിൽ ആ ട്രാൻസാക്ഷൻ അഡോപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴും പ്രോപ്പർട്ടി അയാളിലേക്ക് മാറും. ഓക്കെ, അത് ശ്രദ്ധിക്കണം. അതാണ് ഒരു ഇംപ്ലൈഡ് അഡോപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ടേക്സ് പ്ലേസ് when the buyer deprives himself of the power to return the goods. This is the key word. ഇവിടെയാണ് കേസ് ലോസ് വരുന്നത്. ഈ വാക്ക് മനസ്സിലായോ? സ്റ്റേറ്റ്മെന്റ്, an implied adoption takes place when the buyer deprives himself of the power to return the goods. ഇത് ശരിക്കൊരു റൂൾ, ഒരു പ്രിൻസിപ്പിൾ ആണ്. അത് എവിടുന്നാണ് ഇത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബെയർ ആക്ടിന്റെ ഈ ലൈനിൽ നിന്ന് വരുന്നതാണത്. ഏത് ലൈനിൽ നിന്ന്? ഈ ലൈനിൽ നിന്ന്. ഓർ ഡസ് എനി അതർ ആക്ട് അഡോപ്റ്റിംഗ് ദ ട്രാൻസാക്ഷൻ. അവിടുന്ന് വരുന്നതാണ്. അതായത് ബയർ എന്തോ ഒരു ആക്ട് ചെയ്യാണ്. ആ ആക്ട് എങ്ങനെയുള്ള ആക്ട് ആണ്? ആ ട്രാൻസാക്ഷൻ അഡോപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ആക്ട് ചെയ്യണം. ഓക്കെ, ബയർ ഒരു ആക്ട് ചെയ്യുന്നു, അത് ആ ട്രാൻസാക്ഷൻ അഡോപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള. അപ്പൊ അതൊരു ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു അഡോപ്ഷൻ ആണ്. അത് വന്നു കഴിഞ്ഞാലും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. an implied adoption takes place. എപ്പോഴാണ് നടക്കുന്നത്? ബയർ ഡിപ്രൈവ്സ് ഹിംസെൽഫ് ഓഫ് ദ പവർ ടു റിട്ടേൺ ദ ഗുഡ്സ്. ഓക്കെ, അപ്പൊ സെല്ലർ ബയർക്ക് ഗുഡ്സ് അയച്ചു കൊടുത്തിരിക്കുകയാണ് ഓൺ അപ്രൂവൽ. അപ്പൊ ഗുഡ്സ് ബയറിന്റെ അടുത്ത് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പം അയാൾ ഒന്നുകിൽ അയാളുടെ അപ്രൂവൽ ആക്സെപ്റ്റൻസ് സിഗ്നിഫൈ ചെയ്യണം, അപ്പൊ അയാൾ ഓണർ ആവും. അല്ലെങ്കിൽ അയാൾ അത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ
ഒരു ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പയർ ചെയ്ത് അയാൾ ഓണർ ആവും, അല്ലെങ്കിൽ ഒരു ഒന്ന് ടൈം പറഞ്ഞില്ലെങ്കിൽ ഒരു റീസണബിൾ ടൈം കഴിയുമ്പോൾ അയാൾ അതിന്റെ ഓണർ ആവും. ഇനി ആ സിഗ്നിഫൈ അപ്രൂവൽ എന്ന് പറഞ്ഞതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ബൈ എനി ആക്ട് അയാൾ ആ ട്രാൻസാക്ഷൻ അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം ഒരു ഇംപ്ലൈഡ് അഡോപ്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ബയർ അയാളെ തന്നെ ഡിപ്രൈവ് ചെയ്യണം ഓഫ് ഹിസ് പവർ ടു റിട്ടേൺ ദ ഗുഡ്സ്. ഇനി അയാൾക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ബയറിന്. അയാൾ എന്തോന്ന് ചെയ്തു, അയാളുടെ എന്തോ ഒരു കാര്യം അയാൾ ചെയ്തു. അപ്പൊ ആ ചെയ്യുന്നതിലൂടെ ഇനി എനിക്ക് ഈ ഗുഡ്സ് അയാൾ ഒരു ടൈം പീരീഡ് എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ തിരിച്ചയക്കണമല്ലോ ബയർ ഇങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ ഒരു റീസണബിൾ ടൈം കഴിയുമ്പോൾ തിരിച്ചയക്കണമല്ലോ. ആ റിട്ടേൺ ചെയ്യാനുള്ള അയാളുടെ പവറിനെ ഡിപ്രൈവ് ചെയ്യുന്ന രീതിയിൽ അയാൾ എന്തോ ചെയ്തു. അത് ചെയ്തു കഴിയുമ്പോൾ അത് ഇംപ്ലൈഡ് അഡോപ്ഷൻ ആയി കഴിഞ്ഞാൽ ആ ചെയ്യുന്ന ആ നിമിഷം മുതൽ അയാൾ അതിന്റെ ഓണറായി. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് കേസിലോ നോക്കുക. കിർക്കം വേഴ്സസ് അറ്റൻബറോ. ഓക്കെ, ഇതാണ് കേസ് ലോ. ഈ കേസ് ലോ ആണ് എഴുതേണ്ടത്. കിർക്കം വേഴ്സസ് അറ്റൻബറോ. ഇതിന്റെ അകത്ത് എന്താ സംഭവം? നമ്മളിപ്പോ പഠിച്ച 24ന്റെ കേസ് ലോ ആണ് നോക്കാൻ പോകുന്നത്. കിർക്കം വേഴ്സസ് അറ്റൻബറോ. ഇതിന്റെ അകത്ത് ഒരു ജ്വല്ലർ മാനുഫാക്ചറാണ്, മാനുഫാക്ചറിംഗ് അയാൾ കുറച്ച് ജ്വല്ലറി ഒരു വിന്റർ എന്ന് പറഞ്ഞ ഒരാൾക്ക് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ ജ്വല്ലർ വിന്റർക്ക് കൊടുക്കുകയാണ്. ഇവിടെ എന്താ സംഭവം? ഒരു ജ്വല്ലർ വിന്റർ എന്ന് പറഞ്ഞ ഒരാൾക്ക്, വിന്റർ എന്ന് പറഞ്ഞാൽ തണുപ്പ് അതല്ല കേട്ടോ, ഒരാൾക്ക് കൊടുത്തു. കുറച്ച് ഡയമണ്ട്സ് എന്ന് തോന്നുന്നുണ്ട്, എന്തോ അയാൾ സെയിൽ ചെയ്തു. സം ജ്വല്ലറി ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ്. ജ്വല്ലറി തന്നെയാണ് കൊടുക്കുന്നത്. ജ്വല്ലറി സെയിൽ ചെയ്തു. ഇതാണ് സബ്ജക്ട് മാറ്റർ ഓഫ് സെയിൽ. ഈ ഗുഡ്സ് ആണ്. എന്ത് ടേം ആണ്? ഓൺ സെയിൽ ഓർ റിട്ടേൺ. ഇഷ്ടപ്പെട്ടെങ്കിൽ, അതായത് സെക്ഷൻ 24 പ്രകാരം അവർക്ക് ഇഷ്ടപ്പെട്ട അയാളത് എടുക്കും, എന്നിട്ട് പൈസ അയക്കും, ഇല്ലെങ്കിൽ റിട്ടേൺ ചെയ്യും. സെക്ഷൻ 24 ആണ് ഇവിടെ വരുന്നത്. അതാണ് ഓൺ സെയിൽ ഓർ റിട്ടേൺ എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് പറ്റി? വിന്റർ എന്ത് ചെയ്തു? പ്ലഡ്ജ്ഡ് ദ ജ്വല്ലറി വിത്ത് ദ ഡിഫൻഡന്റ്. ഇയാൾ ഈ സാധനം, ഈ ജ്വല്ലറി നേരെ കൊണ്ട് പണയം വെച്ചു. ഒരു പോൺ ബ്രോക്കറുടെ അടുത്തുകൊണ്ട് അയാൾ പണയം വെച്ചു. എന്റെ പൈസ വല്ലതും മേടിച്ചല്ലോ, ഇത് പണയം വെച്ചു. അപ്പം ഇനി ഇയാൾക്കെതിരെ കേസ് കൊടുക്കുക. ഇയാളുടെ ഡിഫൻഡന്റ് ആവുകയാണ്. ഇയാൾക്കെതിരെ കേസ് കൊടുത്തു. ഇയാൾ ഡിഫൻഡന്റ് ആയി. ഓക്കെ, അറ്റൻബറോ എ പോൺ ബ്രോക്കർ. അയാളുടെ പേരാണ് അറ്റൻബറോ. ഇയാളുടെ പേരെന്താണ്? അറ്റൻബറോ. പോൺ ബ്രോക്കറിന്റെ പേരാണ് അറ്റൻബറോ. ഓക്കെ, ഇയാളുടെ പേര് കിർക്കമാണ് നമ്മുടെ പ്ലെയിൻറ്റിഫ്. ഇയാള് പ്ലെയിൻറ്റിഫ്. കേസ് ഇങ്ങനെ വന്നു. ഓക്കെ, സൂട്ട്. കോടതി എന്ത് പറയും? ഇയാൾക്ക് ഈ കിർക്കമ്മിന് അയാളുടെ ജ്വല്ലറി വേണം. വിന്റർ ഇതുകൊണ്ട് പ്ലെഡ്ജ് ചെയ്തതാണ്. അപ്പൊ വിന്ററിന്, ഇവിടുത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിന്ററിന് ഓണർഷിപ്പ് ഉണ്ടോ? ഹാസ് വിന്റർ ഗോട്ട് ഓണർഷിപ്പ്? അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് പാസ് ആയിട്ടുണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട്? ഹാസ് പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് പാസ്ഡ് ടു വിന്റർ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അതിന്റെ ഓണർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് വേണം ചെയ്തത്? വിന്ററിന്റെ ജ്വല്ലറി വിന്ററിന്റെ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പോൺ ബ്രോക്കർ ആയിട്ട് കൊണ്ടുപോയി അയാൾക്കത് പണയം വെച്ച് പൈസ എടുക്കാം. അയാൾക്ക് ഈ ജ്വല്ലറിന്, കിർക്കത്തിന് ഇതിൻ്റെ അകത്തൊന്നും ചെയ്യാനില്ല. പ്രോപ്പർട്ടി പാസ് ആയിട്ടുണ്ടോ? സെക്ഷൻ 24 എന്താ പറയുന്നത്? സെക്ഷൻ 24 വായിച്ചു നോക്കും. സെക്ഷൻ 24 പറയുന്നത് എപ്പോഴാണ് പ്രോപ്പർട്ടി പാസ് ആവുന്നത്? വെൻ ഹി സിഗ്നിഫൈസ് ഹിസ് അപ്രൂവൽ ഓർ, അതായത് ബയർ അതിന്റെ അപ്രൂവൽ, ആക്സെപ്റ്റൻസ് സിഗ്നിഫൈ. എവിടെ എപ്പോഴെങ്കിലും അയാൾ സിഗ്നിഫൈ ചെയ്തിട്ടുണ്ടോ? വിന്റർ കിർക്കത്തിന് അയാളുടെ അപ്രൂവൽ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസ്, അയാൾക്കത് മേടിക്കാനുള്ള ആക്സെപ്റ്റൻസ് അയാൾ എപ്പോഴെങ്കിലും കിർക്കത്തിന് അയാൾ സിഗ്നിഫൈ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അയാൾ ഒരു ആക്ട് ചെയ്ത്, ഓർ ഹാസ് ഹി ഡൺ എനി അതർ ആക്ട് അഡോപ്റ്റിംഗ് ദ ട്രാൻസാക്ഷൻ? ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ,
കോർട്ട് ഇവിടെ പറഞ്ഞു the plaintiff then commenced an action against the pawnbroker to recover the goods. പക്ഷെ കോടതി എന്താ പറഞ്ഞത്? The plaintiff should have sued Winder for the price and not the defendant who had acquired a good title, because Lord Escher MR ആണ് ജഡ്ജ്മെന്റ് എഴുതിയത്. ജഡ്ജ്മെന്റ് അതിൽ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഈ പോൺ ബ്രോക്ക് കിർക്കത്തിന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഈ അറ്റൻബറോനെ സൂ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ വിന്ററിനെതിരെയാണ് നിങ്ങൾ സ്യൂ ചെയ്യേണ്ടത്. എന്തിന്? വിന്ററിനെതിരെ സ്യൂ ചെയ്യും. എന്തിന്? ഫോർ പ്രൈസ്, പൈസക്ക് വേണ്ടിയിട്ട്. കാരണം അയാൾ സാധനം മേടിച്ച് പൈസ കൊടുക്കുന്നില്ല. അല്ലാതെ നിങ്ങൾ എന്ത് എഴുതിയിട്ട് അറ്റൻബറോനെ വീട്ടിട്ട് പോകുന്നത്? കാരണം അറ്റൻബറോന് ഗുഡ് ടൈറ്റിൽ കിട്ടിക്കഴിഞ്ഞു. അറ്റൻബറോ ഗോട്ട് ഗുഡ് ടൈറ്റിൽ. സാധനം അയാളുടെയാ. കാരണം എന്താ? വിന്ററിന്റെ അടുത്തേക്ക് പ്രോപ്പർട്ടി പാസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കാരണം എന്താ? He has adopted. He did an act adopting the transaction. അപ്പോൾ ഇയാളിത് പ്ലഡ്ജ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ജഡ്ജ് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് വിന്റർ ബൈ പ്ലഡ്ജിങ് ദ ഗുഡ്, അയാളിത് പണയം വെക്കുന്ന സമയത്ത് ഹാഡ് അഡോപ്റ്റഡ് ദ ട്രാൻസാക്ഷൻ. അതാണ് ഞാൻ പറഞ്ഞ ആ വേർഡ് ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ വേർഡ്സ് ആണ് ആക്ടിൽ എപ്പോഴും കേസ് ലോസ് ആയിട്ട് വരിക. മറ്റേത് വളരെ ക്ലീൻ ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്രൂവൽ പറഞ്ഞോ, ആക്സെപ്റ്റ് ചെയ്തു എന്ന് അയാളെ അറിയിച്ചോ, അത് വളരെ ക്ലീനാണ്. പക്ഷെ ഇങ്ങനത്തെ ചില ലാംഗ്വേജസ് ആക്ടിൽ കിടക്കും, ബൈ അഡോപ്റ്റിംഗ് ദ ട്രാൻസാക്ഷൻ. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ അഡോപ്റ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാം. ഇയാളിത് ജഡ്ജ് പറഞ്ഞത് അയാളത് പ്ലഡ്ജ് ചെയ്യുന്ന സമയത്ത് ഹി ഹാഡ് അഡോപ്റ്റഡ് ദ ട്രാൻസാക്ഷൻ. അങ്ങനെ ആ പ്രോപ്പർട്ടി അയാളിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് ചെയ്ത സമയത്ത്, പ്ലഡ്ജ് ചെയ്യാൻ അയാൾ തീരുമാനിക്കുന്ന സമയത്ത് അയാൾ ആ ട്രാൻസാക്ഷൻ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ട്രാൻസാക്ഷൻ അഡോപ്റ്റ് ചെയ്തതിന്റെ ശേഷം ട്രാൻസാക്ഷൻ അഡോപ്റ്റ് ചെയ്താൽ എന്ത് പറ്റും? ആ പ്രോപ്പർട്ടി അയാളിലേക്ക് മാറും. അപ്പോൾ അയാളാണ് ഇപ്പോൾ അതിന്റെ വിന്ററാണ് അതിന്റെ ഓണർ. അങ്ങനെ ആ ഓണർ ആയിട്ടുള്ള വിന്ററാണ് ഇത് പ്ലഡ്ജ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ വിന്റർ ഹാഡ് അഡോപ്റ്റഡ് ദ ട്രാൻസാക്ഷൻ, പ്രോപ്പർട്ടി ഹാസ് പാസ്ഡ് ടു ഹിം. അപ്പം ഇനി എക്സ്പ്ലെയിനിങ് ദ മീനിങ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് സെയിൽ ഓൺ അപ്രൂവൽ. അപ്പം ഈ സെയിൽ ഓൺ അപ്രൂവലിന്റെ കോൺസിക്വൻസസിനെ പറ്റി ലോർഡ് എഷർ പറഞ്ഞതാണ്. Contract by which goods are delivered on sale or return means this. അതിന്റെ ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പർച്ചേസർ മേ റിട്ടേൺ ഒരു റീസണബിൾ ടൈമിന്റെ ഉള്ളിൽ പർച്ചേസറിന് റിട്ടേൺ ചെയ്യാം. ആൻഡ് ദ ഓപ്ഷൻ ടു റിട്ടേൺ ബിലോങ്സ് സോൾലി ടു ദ പർച്ചേസർ. അത് തിരിച്ചയക്കണോ വേണ്ടയോ എന്നുള്ള ഓപ്ഷൻ പർച്ചേസറിന് മാത്രമേ ഉള്ളൂ. ദ അതർ പാർട്ടി കനോട്ട് ഈവൻ ആസ്ക് ഫോർ ദ റിട്ടേൺ ഓഫ് ദ ഗുഡ്സ്. And his only right is to sue for the price of goods which are not returned. അങ്ങനെയാണ് അതിൻ്റെ അകത്ത് ജഡ്ജ് ആ സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അയാൾ പറഞ്ഞു, ലോർഡ് എഷർ പറഞ്ഞു, ഈ സെക്ഷൻ 24 ഗുഡ്സ് ഓൺ സെയിൽ ഓർ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസറിന്റെ അടുത്ത് ഗുഡ്സ് ഇരിക്കുകയാണ്. അയാൾക്ക് അത് ഒരു റീസണബിൾ ടൈമിന്റെ ഉള്ളിൽ റിട്ടേൺ ചെയ്യാം. അതിനുള്ള ഓപ്ഷൻ പർച്ചേസറിന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും സെല്ലറിന് അയാളോട് പറയാൻ പറ്റില്ല നിങ്ങളത് റിട്ടേൺ ചെയ്യൂ എന്ന് പറയാൻ പറ്റില്ല. അൺലസ് ഒരു ടൈം അയാൾക്ക് വേണമെങ്കിൽ അത് തന്നാൽ മതി. അയാൾക്ക് തിരിച്ചു തരണമെന്നും സെല്ലറിന് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്ന ആ സാധനം തിരിച്ചു തരൂ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. റിട്ടേൺ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഓപ്ഷൻ പർച്ചേസർ തീരുമാനിക്കും. റിട്ടേൺ ചെയ്താൽ പ്രശ്നമില്ലല്ലോ. പക്ഷെ റിട്ടേൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സെല്ലറിന് ഓപ്ഷൻ ഉണ്ട്. സെല്ലറിന്റെ റൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൈസിന് വേണ്ടി സ്യൂ ചെയ്യാം. ഇപ്പോൾ ഒരു ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ട്, ആ ടൈം പീരീഡിന്റെ ഉള്ളിൽ അയാൾ റിട്ടേൺ ചെയ്യുന്നില്ല, അപ്പൊ അയാൾ അതിന്റെ ഓണറായി. എന്നിട്ടും അയാൾ പ്രൈസ് തരുന്നില്ലെങ്കിൽ പ്രൈസിന് വേണ്ടി സ്യൂ ചെയ്യുക. അല്ലെങ്കിൽ ഒരു റീസണബിൾ ടൈം കഴിഞ്ഞു, അയാൾ അത് വെച്ചുകൊണ്ടിരിക്കുക, അയാൾ തരുന്നില്ല, അയാളുടെ അടുത്ത് ഗുഡ്സ് തിരിച്ചു തരാൻ പറയാൻ പറ്റില്ല. പക്ഷെ അയാൾക്കെതിരെ പ്രൈസിന് സ്യൂ ചെയ്യാം. കാരണം റീസണബിൾ ടൈം കഴിയുമ്പോഴേക്കും അയാൾ അതിന്റെ ഓണറായി മാറുകയാണ്. അയാൾ അതിന്റെ ഓണറായി കഴിഞ്ഞാൽ പിന്നെ അയാൾ പൈസ തന്നോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ. അപ്പോൾ ആ പ്രൈസിന് സ്യൂ ചെയ്യാൻ പറ്റും. അതാണ് ലോർഡ് എഷർ ഈ കേസിൽ പറയുന്നത്. ഓക്കെ, ഇനി ഈ പ്രിൻസിപ്പിൾ വേറൊരു കേസിലും ഫോളോ ചെയ്തു, ജെൻ വേഴ്സസ് വിങ്കൽ. ഓക്കെ, അപ്പൊ അത് ആ പ്രസിഡന്റ് ഫോളോ ചെയ്താണ്. ഇതിന്റെ അകത്ത് ഡയമണ്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ അത് തന്നെ ഉണ്ടായത്. ഡിഫൻഡന്റ് ഡെലിവേർഡ് ദം ടു എ തേർഡ് പാർട്ടി ആൻഡ് തേർഡ് പാർട്ടി ടു ഫോർത്ത്. ആ തേർഡ് പാർട്ടി വേറൊരാൾക്ക് കൊടുത്തു, ലാസ്റ്റ് പാർട്ടിക്ക് അതിന്റെ നഷ്ടമായി. പക്ഷെ പ്ലെയിന്റിഫിന് ആദ്യത്തെ ആൾക്ക് പൈസ കിട്ടിയില്ല. അപ്പൊ എന്ത് പറ്റി? എന്തുകൊണ്ടാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ഈ കേസിൽ വിന്ററിന്റെ അടുത്ത് ഓണർഷിപ്പ് പാസ്സായി എന്ന് പറഞ്ഞ്?
അപ്പം ഇത് ആക്ടിലെ ലാംഗ്വേജ് നോക്കുമ്പോൾ ഹി ഹാസ് അഡോപ്റ്റഡ് ദ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് വായിക്കേണ്ടത്. അയാൾ അത് ആ പ്ലഡ്ജ് ചെയ്യുന്നത് വഴി ഹി ഹാസ് അഡോപ്റ്റഡ് ദ ട്രാൻസാക്ഷൻ. അപ്പൊ വിന്റർ ഈ പ്ലഡ്ജ് ചെയ്യുന്ന സമയത്ത് ഇയാൾ ആക്ച്വലി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഹി ഡിപ്രൈസ് ദ റൈറ്റ് ടു റിട്ടേൺ ദ ഗുഡ്സ്. ആൾക്ക് ആ ഗുഡ്സ് റിട്ടേൺ ചെയ്യാൻ, സെല്ലറിന് ഗുഡ്സ് റിട്ടേൺ ചെയ്യാനുള്ള റിട്ടേൺ ദ ഗുഡ്സ് ടു സെല്ലർ. ഓക്കെ, ആ പവർ അയാളിൽ നിന്ന് തന്നെ ഇനി ഇപ്പൊ സെല്ലർ പറയാണ് അയാൾക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ വിന്ററിന് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. അപ്പം ആ റിട്ടേൺ ചെയ്യാനുള്ള അയാളുടെ ആ അധികാരത്തിനെ അയാൾ ഡിപ്രൈവ് ചെയ്ത് കഴിയുന്നത് ദാറ്റ് ഹാസ് അഡോപ്റ്റഡ് ദ ട്രാൻസാക്ഷൻ. അപ്പൊ പിന്നെ അത് ഒരു ആക്സെപ്റ്റൻസ് മാതിരിയാണത്. അതുകൊണ്ടാണ് അത് ആക്ടിലും അതിന്റെ കൂടെ തന്നെ എഴുതിയിരിക്കുന്നത്. when he signifies his approval or acceptance or does any other act adopting the transaction. Okay, ആ കേസ് മനസ്സിലായല്ലോ? ക്ലിയർ ആയോ? അത് ഇവിടെ എഴുതിയുണ്ട്. ഇറ്റ് വാസ് അതെ, അത്ര ഓർത്താൽ മതി. അഡോപ്റ്റ് ചെയ്യാനുള്ള ആക്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സിഗ്നിഫൈ ചെയ്യണം, ആക്സെപ്റ്റ്. It is held that by depriving himself of the power to return the goods, the defendant had adopted the transaction and consequently was liable for plaintiff's loss. Okay. ഇനി ഇതിൻ്റെ അകത്ത് രണ്ടാമത്, അപ്പൊ ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഭാഗം അതിൻ്റെ അകത്ത്, അതായത് ബൈ ആൻ ആക്ട് അഡോപ്റ്റിംഗ് ദ ട്രാൻസാക്ഷൻ. നമ്മൾ പറഞ്ഞ കേസ് ലോയിൽ ഇതിനാണ് എക്സ്പ്ലനേഷൻ വന്നത്. ബൈ ആൻ ആക്ട് അഡോപ്റ്റിംഗ് ദ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് അയാൾ ചെയ്തത്? പ്ലഡ്ജ് ചെയ്തപ്പോൾ. പ്ലഡ്ജ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആക്ട് ആണ് അഡോപ്റ്റിംഗ് ദ ട്രാൻസാക്ഷൻ. അപ്പോഴേക്ക് പ്രോപ്പർട്ടി അയാൾക്ക് മാറി. സോ ഹി ഹാസ് ഗോട്ട് ഗുഡ് ടൈറ്റിൽ. അങ്ങനെ ഗുഡ് ടൈറ്റിൽ ഉള്ള ഒരാൾക്ക് പിന്നെ ഗുഡ് ടൈറ്റിൽ ഉള്ള ഒരാൾക്കെതിരെ ഗുഡ്സ് തിരിച്ചു തരാൻ വേണ്ടിയിട്ടൊന്നും ഒരിക്കലും സെല്ലറിന് പറയാൻ പറ്റില്ല. അയാൾ പറയുന്നത് ഓണർഷിപ്പ് മാറി, ഇനി നിങ്ങൾ പൈസ തരൂ. അതാണ് ലോ ഡെഷർ അവിടെ പറയുന്നത്. വൈ ഡോണ്ട് യു സ്യൂ ഫോർ ദ പ്രൈസ്? നിങ്ങൾ വിന്ററിനെതിരെ സ്യൂ ചെയ്യൂ. വൈ ആർ യു സ്യൂയിങ് അറ്റൻബറോ? അയാൾക്ക് ഗുഡ് ടൈറ്റിലുള്ള ഒരാളാണ്. കാരണം ഗുഡ് ടൈറ്റിലുള്ള ഒരാൾ വേറൊരാൾക്ക് പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുഡ് ടൈറ്റിൽ മറ്റേയാൾക്ക് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഫെയിലിയർ ടു റിട്ടേൺ. അതായത് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈം പീരിയഡിന്റെ എക്സ്പിറേഷനിൽ ടൈം പീരിയഡ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു റീസണബിൾ ടൈമിൽ. അപ്പൊ സെക്കൻഡ് സർക്കംസ്റ്റാൻസ് ഇൻ വിച്ച് ദ പ്രോപ്പർട്ടി പാസസ് ടു ദ ബയർ ഇസ് വെൻ ദ ലാറ്റർ ഫെയിൽസ് ടു റിട്ടേൺ ദ ഗുഡ്സ് വിത്തിൻ എ റീസണബിൾ ടൈം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കേസിലോ എഴുതേണ്ടത് എൽപിക് വേഴ്സസ് ബാർനസ്. ഇതിന്റെ അകത്ത് എന്താ ഉണ്ടായിച്ചാൽ ഒരു ഹോഴ്സിനെ ഡെലിവർ ചെയ്തു ഓൺ ദ ടേംസ് ദാറ്റ് ഹി ഷുഡ് ട്രൈ ഇറ്റ്. അയാൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ഒരു ഹോഴ്സിനെ കൊടുത്തു 8 ദിവസത്തിന് വേണ്ടിയിട്ട്. ഇതൊക്കെ സെയിൽ ഓർ റിട്ടേൺ. 8 ദിവസം നോക്കാൻ. ഓക്കെ, ഷുഡ് ട്രൈ ഇറ്റ് ഫോർ 8 days ആൻഡ് ദെൻ റിട്ടേൺ ഇഫ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ തിരിച്ചു തരാം. 3-ാമത്തെ ദിവസം ഡോഗ് മരിച്ചുപോയി വിത്തൗട്ട് ദ ഫോൾട്ട് ഓഫ് ദ ഡിഫൻഡന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ഒരു ഹോഴ്സാണ് പോകുന്നത്. 8 ദിവസം വരെ ട്രൈ ചെയ്യാൻ അയാൾക്ക് സമയമുണ്ട്. 3-ാം ദിവസം മരിച്ചു. ഓക്കെ, അപ്പം ഈ സെല്ലർ കേസ് കൊടുത്തു, സ്യൂ ചെയ്തു ബയർക്കെതിരെ. അപ്പോൾ അത് സെല്ലർ കുഡ് നോട്ട് റിക്കവർ ദ പ്രൈസ് ഫ്രം ദ ഡിഫൻഡന്റ്. കാരണം എന്താ? ഇതിന്റെ ഓണർഷിപ്പ് എപ്പോഴാണ്? ഹോഴ്സിന്റെ ഓണർഷിപ്പ് എപ്പോഴാണ് ബയറിലേക്ക് പോവുക? 8 ദിവസം കഴിഞ്ഞിട്ടും അയാൾ റിട്ടേൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓണർഷിപ്പ് മാറും. അല്ലെങ്കിൽ അതാണ് റീസൺ. ഇവിടെ ഒരു ഫിക്സ്ഡ് ടൈം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ റീസണബിൾ ടൈമിന്റെ ഇഷ്യൂ ഇല്ല. 8 days. ആ 8 daysന്റെ ഉള്ളിൽ റിട്ടേൺ ചെയ്താൽ മതി. റിട്ടേൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ചുരുക്കം പറഞ്ഞാൽ 8 ദിവസം വരെ ആ ഹോഴ്സിന്റെ ഓണർ ആരാ? സെല്ലറാണ്. ഓക്കെ, അപ്പൊ സെല്ലറാണ് ഇതിന്റെ ഓണർ ഹോഴ്സിന്റെ. അപ്പൊ അയാൾക്ക് ഒരിക്കലും ചൂസ് ചെയ്യാൻ പറ്റില്ല, റിക്കവർ ചെയ്യാൻ പറ്റില്ല. ദ സെല്ലർ കുഡ് നോട്ട് റിക്കവർ ദ പ്രൈസ് ദ ഹോഴ്സ് ബീങ് സ്റ്റിൽ ഹിസ് പ്രോപ്പർട്ടി വെൻ ഇറ്റ് പെരിഷ്ഡ്. അത് മരിച്ചു പോയപ്പോൾ, അതിന്റെ ഡെത്ത് സംഭവിച്ചപ്പോൾ, ഹോഴ്സിന്റെ ഡെത്ത് സംഭവിച്ചപ്പോൾ അതിന്റെ പ്രോപ്പർ ഓണർഷിപ്പ് അപ്പോഴും സെല്ലറിന്റെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസഡ്വാൻറ്റേജ് ടു ദ സെല്ലർ അല്ലേ? സെല്ലറിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ള ഒരു രീതിയിലാണ്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫെറിയർ എന്നുള്ള പറഞ്ഞൊരു കേസിൽ ഇത് നോക്കണം. ഇത് 14 എൽപിക് വേഴ്സസ് വാർണസിൽ 1880 കേസാണത്. 1880 ഫെറിയർ റീ എന്ന് പറയുന്നത് 1944. ഓക്കെ, 1944. ആ കണ്ട കാലം മാറിയതാണ്. ഇനി ഡിസിഷൻ നോക്കി ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയാം. ചില ആർട്ടിക്കിൾസ് ഓഫ് ഫർണിച്ചർ ഹാവിംഗ് ബീൻ ഡെലിവേർഡ് ഫോർ സെയിൽ ഓൺ ക്യാഷ് ഓർ റിട്ടേൺ വിത്തിൻ എ വീക്ക്.
അതായത് സെയിൽ ഓൺ ക്യാഷ് ഓർ റിട്ടേൺ, അതായത് നമ്മളുടെ ഇതേമാതിരി ഓൺ അപ്രൂവലിൽ കുറച്ച് ഫർണിച്ചർ ഡെലിവറി ചെയ്തു, ടൈം പീരീഡ് കൊടുത്തത് റിട്ടേൺ ചെയ്യാൻ വിത്തിൻ എ വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ. അപ്പോൾ ഇവിടുത്തെ 1 വീക്കാണ്, മനസ്സിലായില്ലേ? 1 വീക്കാണ് എക്സ്പിറേഷൻ ഓഫ് ടൈം കൊടുത്തിരിക്കുന്നത്. ഈ ടേമിന്റെ ഉള്ളിൽ റിട്ടേൺ ചെയ്യണം. റിട്ടേൺ ചെയ്തില്ലെങ്കിൽ അയാൾക്ക് ഇതാവും. ഇതെന്ത് പറ്റി വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഈ ബയർ വേറെ എന്തൊക്കെയോ കടമൊക്കെ ആയിട്ട് അയാൾക്കെതിരെ കുറെ എക്സിക്യൂഷൻ പ്രൊസീഡിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാളുടെ സാധനം കണ്ടു കെട്ടുന്നതിന്റെ ഇടയ്ക്ക് ഈ ഫർണിച്ചർ എടുത്തിട്ട് പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഫർണിച്ചർ നിങ്ങൾ ഒരാൾക്ക് ട്രൈ ചെയ്യാൻ കൊടുക്കുക, എന്നിട്ട് പറയണം ഒരാഴ്ച നിങ്ങൾ നോക്കി വെക്കും, നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മേടിക്കുക, ഇല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ റിട്ടേൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഫർണിച്ചർ മേടിച്ചുകൊണ്ട് പോയ ആൾക്കെതിരെ എന്തോ എക്സിക്യൂഷൻ പ്രൊസീഡിങ്സ് ഉണ്ടായിട്ട് സ്വത്ത് കണ്ടു കെട്ടുന്നതിന്റെ ഇടയ്ക്ക് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഈ സാധനം എടുത്തിട്ട് പോയി. അപ്പോൾ സെല്ലർ എന്ത് ചെയ്യും? സെല്ലറിന്റെ ഓണർഷിപ്പ് ആരെടുത്ത? സെല്ലറിന്റെ അടുത്താണ്. അപ്പോൾ സെല്ലർ പക്ഷെ ഇവിടെ വാസ് അലൗഡ് ടു റിക്കവർ ദം as they were his property at the time of his seizure and not that of the buyer. അപ്പോൾ ആ സമയത്ത് ഓണർഷിപ്പ് ആരെടുത്താണ്? ഇയാളുടെ അടുത്താണ്. പക്ഷേ എന്തുകൊണ്ടാണ് റിക്കവർ ചെയ്യാൻ സമ്മതിച്ചത്? കാരണം ആ ടൈം ഓഫ് സീഷർ പിടിച്ച് എടുക്കുന്ന സമയത്ത് അതിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് സെല്ലറിന്റെ അടുത്താണ്. ആ സെല്ലറിന് അതുകൊണ്ട് അയാൾക്ക് ആ പൈസ അയാൾക്കത് റിക്കവർ ചെയ്യാൻ പറ്റി. ആരെടുത്ത്? ഈ എക്സിക്യൂഷൻ പ്രൊസീഡിങ്സിന്റെ അവിടുന്ന് റിക്കവർ ചെയ്യാൻ പറ്റി. ശരിക്കും വേണമെങ്കിൽ എന്ത് പറയാൻ പറ്റും? അതിന്റെ മറ്റേ കേസിൽ എന്താ ഉണ്ടായത്? ഈ എൽപിക് വേഴ്സസ് ബാർനസിൽ ഓണർഷിപ്പ് അയാളുടെ അടുത്ത് ആയതുകൊണ്ട് അയാൾക്ക് ലോസ് ഒന്നും കിട്ടിയില്ല, ഗുഡ്സ് മറ്റേയാളുടെ അടുത്താണ് ഇരിക്കുന്നതെങ്കിലും. അപ്പൊ കണ്ട ആ ഒരു അതായത് ബ്ലൈൻഡ് ആയിട്ട് അപ്ലൈ ചെയ്യല്ല ആ റൂള്. അവിടെ ഹോഴ്സിന്റെ ഓണർഷിപ്പ് ഇയാളുടെ അടുത്ത് ആയതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് മരിച്ചത് കൊണ്ട് അയാൾക്ക് എന്താ പറയാ പ്രൈസ് ഒന്നും റിക്കവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം അതിന്റെ ഓണർഷിപ്പ് അയാളുടെ അടുത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് ആ നഷ്ടം അയാൾക്ക്, ആ ഹോഴ്സിന്റെ ഡെത്ത് കൊണ്ടുണ്ടായ നഷ്ടത്തിന് അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇത് ഡിഫൻഡന്റ് അവിടെ ആ മറ്റേയാളുടെ ഡിഫൻഡന്റ് ഫോൾട്ട് കൊണ്ടൊന്നും അല്ല ഹോഴ്സ് മരിക്കുന്നത്, ഹോഴ്സ് തന്നെ മരിക്കുകയാണ്. അപ്പം അയാൾ പൈസ ചോദിച്ചപ്പം അയാൾക്ക് കിട്ടിയില്ല. കാരണം കോടതി പറഞ്ഞത് നിങ്ങൾ തന്നെയാണ് അതിന്റെ ഓണർ, 8 ദിവസം കഴിയുന്നവരെ നിങ്ങളാണ് അതിന്റെ ഓണർ. ഇവിടെ സംഭവിച്ചത് 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിന്റെ ഓണർ ശരിക്കും ഇയാളായതുകൊണ്ട് അയാൾക്കത് റിക്കവർ ചെയ്യാൻ പറ്റി. അപ്പൊ ഒരു കേസിൽ റിക്കവർ ചെയ്യാൻ പറ്റിയില്ല, മറ്റേ കേസിൽ റിക്കവർ ചെയ്യാൻ പറ്റി. അപ്പൊ അത് നോക്കണം അതെങ്ങനെയാന്നുള്ളത്. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ ഡേയ്സ് മാത്രം നോക്കരുത്. ഇവിടെ 8 ദിവസം, സപ്പോസ് ഇതും 8 ഡേയ്സ് ആണ് തന്നെ വെക്കുക ഈ കേസിൽ. ഗുഡ്സ് മറ്റേയാളുടെ അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ ഓണർഷിപ്പ് ഇയാളായതുകൊണ്ട് ഇയാൾക്ക് റിക്കവർ ചെയ്യാൻ അവിടെ പറ്റി. മറ്റേത് ഓണർ അയാളായതുകൊണ്ട് അയാൾക്ക് അവിടെ സ്യൂ ചെയ്തപ്പോൾ അയാൾക്കത് റിക്കവർ ചെയ്യാൻ പറ്റിയില്ല, പ്രൈസ് റിക്കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് ചെറിയ ഫാക്ടറി ചെറിയൊരു വ്യത്യാസം ഉണ്ട് അവിടെ. ഓക്കെ, ഇനി ഒരു കേസ് അത് രണ്ടും ക്ലിയർ ആയോ? ഓക്കെ, ഇനി വേറൊരു കേസും കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. പൂൾ വേഴ്സസ് സ്മിത്ത് കാർ സെയിൽസ് ലിമിറ്റഡ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഒരു സ്പെസിഫൈഡ് ടൈമിന്റെ ഉള്ളിൽ ഇത് റിട്ടേൺ ചെയ്യാൻ ഫെയിൽ ചെയ്തു എന്ന് വെക്കുക. നമ്മൾ പറഞ്ഞ ഒരു ടൈം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പെസിഫൈഡ് ടൈമിന്റെ ഉള്ളിൽ റിട്ടേൺ ചെയ്യണം. റിട്ടേൺ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? പ്രോപ്പർട്ടി മറ്റേയാൾക്ക് പാസ്സാവും, അയാൾ അതിന്റെ ഓണർ ആവും. ഓക്കെ, അപ്പോൾ ഫെയിൽ ബയർ ഓണർ ആവും. അത് പ്രോപ്പർട്ടി പാസസ് ടു ദ ബയർ ആൻഡ് സെല്ലർ മേ ദെൻ സ്യൂ ഫോർ ദ പ്രൈസ്. അങ്ങനെ അയാൾ ഓണർ ആയി കഴിഞ്ഞാൽ പിന്നെ പ്രൈസിൽ സ്യൂ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ടൈം ഫിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു റീസണബിൾ ടൈം. ഓക്കെ, ഓർ എൽസ് ദേ ബിക്കം പ്രോപ്പർട്ടി. വാട്ട് ഈസ് റീസണബിൾ? ഇതാണ്, ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട്. വാട്ട് ഈസ് റീസണബിൾ ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് ഇൻ ഈച്ച് കേസ്. ഓക്കെ, ഇനി ഈ കേസിൽ എന്താ സംഭവിച്ചത്? ഇൻ ഓഗസ്റ്റ് പ്ലെയിൻറ്റിഫ് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ സ്മിത്ത് കാർ സെയിൽസിന് വിറ്റു. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലെയിൻറ്റിഫ് ഈ പൂലെ എന്ന് പറഞ്ഞ, പൂലെയാണോ പൂളാണോ എന്താ അറിയില്ല, അയാൾ ഈ പ്ലെയിൻറ്റിഫ് ഒരു കാർ സെക്കൻഡ് ഹാൻഡ് കാർ വോക്സൽ കാർ സ്മിത്ത് കാർ സെയിൽസിന് ഓൺ സെയിൽ ഓർ റിട്ടേൺ കണ്ടീഷനിൽ ഡെലിവർ ചെയ്തു. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ തിരിച്ചു തരിക. ടൈം ഒന്നുമില്ല ഫിക്സ് ചെയ്തില്ല. നോ ടൈം വാസ് ഓവർ ഫിക്സ് ഫോർ റിട്ടേൺ. ഇറ്റ് വാസ് നോട്ട് റിട്ടേൺ ടിൽ നവംബർ. ഒക്കെ ഉണ്ടോ? അപ്പോൾ ഓഗസ്റ്റിൽ കൊടുത്തതാണ്, ഓഗസ്റ്റിൽ കൊടുത്തു, ടൈം ഒന്നും പറഞ്ഞില്ല, ഒക്ടോബർ ആയിട്ടും തിരിച്ചു തന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? പ്ലെയിൻറ്റിഫ് ഒരു കത്തെഴുതി. ഇത് പറഞ്ഞു, നിങ്ങൾ നവംബർ 1 മുമ്പ് തിരിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ഡീം ടു ഹാവ് ബീൻ സോൾഡ് ടു ദം. ഓക്കെ, എന്നിട്ടും അയാൾ റിട്ടേൺ ചെയ്തില്ല, നവംബർ ആയിട്ടും റിട്ടേൺ ചെയ്തില്ല.
അപ്പോഴേക്ക് ഈ കാർ ഒരു ബാഡ് കണ്ടീഷനിലായി, കാർ ഡാമേജ്ഡ് ആയി ഡിഫൻഡന്റിന്റെ എംപ്ലോയീസ് കാരണം. ഇനി ഇനി കേസ് പോയി ഇപ്പൊ ലോർഡ് ജസ്റ്റിസ് ഓർമറോഡ് റിജക്റ്റഡ് ദ ഡിഫൻഡൻസ്. അപ്പൊ ഡിഫൻഡന്റ് ഇയാള് സ്മിത്ത് കാർ സെയിൽസുകാരെ ഡിഫെൻഡ് ചെയ്തു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റീസണബിൾ ടൈം ഫോർ ദ റിട്ടേൺ ഓഫ് ദ കാർ എക്സ്പയർ ചെയ്തിട്ടില്ല. അതായത് ഞങ്ങൾ ആകെ ഓഗസ്റ്റിൽ എടുത്തിട്ടുള്ളത് നവംബർ ആയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഇത് ഓഗസ്റ്റിൽ എടുത്താണെങ്കിൽ നവംബർ ആയിട്ടേ ഉള്ളൂ. അപ്പൊ റീസണബിൾ ടൈം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. റീസണബിൾ ടൈം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓണർഷിപ്പ് ആരെടുത്ത? മറ്റേ ആളെടുത്ത് തന്നെ. ഇവര് ഉപയോഗിച്ച് നശിപ്പിച്ച കാറിന്റെ ലോസ് അവർക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ഓണർ മറ്റേയാളാണ്. അങ്ങനെയാണ് അവർ ആർഗ്യൂ ചെയ്തത്. അപ്പം ഇതിന്റെ അകത്ത് ജഡ്ജ് പറഞ്ഞു, ഡ്രോയിങ് അപ്പോൺ ദ നോളജ് വിച്ച് കെയിം ടു ഹിം ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ലൈഫ് ആൻഡ് ത്രൂ സിറ്റിംഗ് ഇൻ ദ കോർട്സ്. അയാൾ പറഞ്ഞു ഓർഡിനറി കോഴ്സ് ഓഫ് ലൈഫിൽ അയാൾക്ക് അറിയാം, ഹി ഫൗണ്ട് ദാറ്റ് ദർ വാസ് എ മാർക്കറ്റ് ഫോർ സെക്കൻഡ് ഹാൻഡ് കാർസ് ഇൻ ഹോളിഡേസ്. അതൊരു ഹോളിഡേ ടൈം ആണെന്ന്, അവിടെ ഓഗസ്റ്റ് തൊട്ട് ആ ടൈം വരെ. അത് അപ്പൊ സെക്കൻഡ് ഹാൻഡ് കാർസിന് ആ ഹോളിഡേസിൽ മാർക്കറ്റ് ഉള്ള ഒരു സമയമാണ്. വിച്ച് എൻഡ് വിത്ത് സെപ്റ്റംബർ ആൻഡ് നോട്ട് ടു ഹാവ് റിട്ടേൺഡ് ദ കാർ ബിഫോർ ദാറ്റ് വാസ് ഇറ്റ്സ് റിറ്റൻഷൻ ബിയോണ്ട് ഇറ്റ് റീസണബിൾ ടൈം. അപ്പം ആ ഒരു സമയം എന്ന് പറയുന്ന അയാൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ആ ഒരു ടൈം പീരീഡ് ഈ സെക്കൻഡ് ഹാൻഡ് കാർസിന്റെ സെയിലിന് മാർക്കറ്റ് ഉള്ള ഒരു സമയമാണ്, ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ. അപ്പൊ ആ സമയത്ത് ഇയാളിത് റിട്ടേൺ ചെയ്തില്ല. റിട്ടേൺ ചെയ്തിരുന്നെങ്കിൽ അയാൾക്കത് വേറെ രീതിയിൽ അയാൾക്ക് വിൽക്കാൻ പറ്റുമായിരുന്നു. അപ്പം സെക്കൻഡ് ഹാൻഡ് കാർസിന് ഹോളിഡേസിൽ ദർ വാസ് എ മാർക്കറ്റ് ഫോർ സെക്കൻഡ് ഹാൻഡ് കാർസിന്. അങ്ങനെയാണ് ഈ റീസണബിൾ ടൈം എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട്. ജഡ്ജ് അത് ആ ഫാക്ടിന്റെ ബേസിസിൽ ഡിസൈഡ് ചെയ്യണം വാട്ട് ഈസ് എ റീസണബിൾ ടൈം. അയാൾ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഈ സെപ്റ്റംബർ വരെ സെക്കൻഡ് ഹാൻഡ് കാർസിന് ഹോളിഡേ ആയതുകൊണ്ട് അതിനൊരു മാർക്കറ്റ് ഉള്ള സമയമാണ്. അപ്പൊ ആ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ റിട്ടേൺ ചെയ്യണമായിരുന്നു. യു ഹാവ് നോട്ട് റിട്ടേൺഡ് ദ കാർ ബിഫോർ ദാറ്റ്. അത് റിട്ടേൺ ചെയ്യാതെ നിങ്ങൾ വെച്ചുകൊണ്ടിരുന്നത് ദാറ്റ് ഈസ് ബിയോണ്ട് റീസണബിൾ ടൈം എന്നുള്ളതാണ് അയാൾ അവിടെ ഡിസിഷൻ എടുത്തത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ റേഷ്യോ ഡിസിഡന്റ്. ദിസ് ഇസ് ഹൗ ഹി വാട്ട് ഇസ് ദ റീസണിങ് അയാൾ കൊടുത്തത് ഇതാണ്. ഒരു റീസണബിൾ എന്ന് പറയുന്ന ആ ഫാക്ട്സിന്റെ ബേസിസിൽ അയാൾ ഡിസൈഡ് ചെയ്തത് എങ്ങനെയാണ്. ഓക്കെ, എക്സാക്ട്ലി അത് ഇതല്ല, ഒരു റൂൾ അല്ലെങ്കിൽ കൂടെ റൂൾ ഓഫ് ഇതല്ല. അയാൾ ഹൗ ഇൻ ദിസ് പെർട്ടിക്കുലർ അണ്ടർ ദീസ് പെർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസ് റീസണബിൾ ടൈം എങ്ങനെയാന്നുള്ളത് അയാൾ ഡിസൈഡ് ചെയ്തത് എങ്ങനെയാണ്. കാരണം അതുകൊണ്ട് അയാൾക്കൊരു നഷ്ടം. ഇത് നവംബർ വരെ വെച്ചുകൊണ്ടിരുന്നിട്ട് അപ്പൊ അയാൾക്ക് ഇനി ഇത് റീസെല് ചെയ്യാനും പറ്റില്ല, മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ടാവും ഹോളിഡേ ടൈം കഴിഞ്ഞപ്പോൾ. അപ്പം ഇനി അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. ഇനി ലാസ്റ്റ് പാർട്ട് പറയുന്നത്, ദ കോൺട്രാക്ട് എൻഡ്സ് വിത്ത്, ഇതിവിടെ എൻഡ് ചെയ്യട്ടെ. The contract ends with a note when the notice of rejection is given within due time, unless the contract also provides that goods must also be returned with a notice. അതായത് ഈ കേസിൽ കോൺട്രാക്ട് എപ്പോഴും എൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോട്ടീസ് ഓഫ് റിജക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കോൺട്രാക്ട് എൻഡ് ചെയ്തു. ഓക്കെ, ഇപ്പം ബയർ സെല്ലറിന്റെ അടുത്ത് പറയാണ് റിജക്ട് ചെയ്യാന്ന് പറഞ്ഞത്, നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ കോൺട്രാക്ട് അവസാനിച്ചു. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്റ്റിൽ വ്യക്തമായിട്ട് പറയണം, ഗുഡ്സ് മസ്റ്റ് ഓൾസോ ബി റിട്ടേൺഡ് വിത്ത് നോട്ടീസ് ഓഫ് റിജക്ഷൻ എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് എൻഡ് ചെയ്യുന്നത് നോട്ടീസ് ഓഫ് റിജക്ഷൻ കിട്ടുന്ന സമയത്താണ്, ഈസ് ഗിവൺ വിത്തിൻ ഡ്യൂ ടൈം. അപ്പം ആ ഒരു റീസണബിൾ ടൈമിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന സമയത്തിന്റെ ഉള്ളിൽ നോട്ടീസ് ഓഫ് റിജക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് അവിടെ എൻഡ് ചെയ്യും. ഇതിലൊരു കേസ് ഉണ്ടായി. എ ഹോഴ്സ് വാസ് ഡെലിവേർഡ് ഓൺ എ മന്ത്സ് ട്രയൽ. ഒരു മാസത്തിന്റെ സമയം, ഒരു മാസം വരെ ഉപയോഗിച്ച് നോക്കാം ട്രയലില് ഒരു ഹോഴ്സിനെ ഡെലിവർ ചെയ്തു. ആഫ്റ്റർ എ ഫോർട്ട്നൈറ്റ് എന്ന് പറഞ്ഞാൽ 14 ദിവസം. 14 ദിവസം കഴിഞ്ഞപ്പോൾ സെല്ലറിനെ ഇൻഫോം ചെയ്തു, കാരണം ആ ഹോഴ്സ് വാസ് ഗുഡ് ബട്ട് ദ പ്രൈസ് വാസ് നോട്ട് ആക്സെപ്റ്റബിൾ. ഓക്കെ, അപ്പൊ എന്തുണ്ടായി, ഒരു മാസത്തെ ട്രയലിന് കൊടുത്തു. 14 ദിവസം കഴിഞ്ഞപ്പോൾ സെല്ലറിനെ ഇൻഫോം ചെയ്തു, എന്ത്, ഹോഴ്സ് ഗുഡാണ് പക്ഷെ പ്രൈസ് ആക്സെപ്റ്റബിൾ അല്ല. ഓണർ റിക്വയർഡ് ദാറ്റ് the horse be returned. ഓണർ പറഞ്ഞാൽ ശരി, നിങ്ങൾ ഹോഴ്സ് തിരിച്ചു വരും. ഇറ്റ് വാസ് റിട്ടേൺഡ് നോട്ട് ഇമ്മീഡിയറ്റ്ലി ബട്ട് വിത്തിൻ എ മന്ത്. 14 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇയാൾ പറഞ്ഞത് നിങ്ങളുടെ ഹോഴ്സ് ഒക്കെ നല്ലതാണ് പക്ഷെ പ്രൈസ് പറ്റില്ല. അപ്പോൾ ഓണർ പറഞ്ഞു നിങ്ങളെ ഹോഴ്സിനെ തിരിച്ചു വരും. അപ്പോൾ അയാൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുത്തില്ല, പക്ഷെ ഒരു മാസത്തിന്റെ ഉള്ളിൽ കൊടുത്തു. ഒരു മാസത്തിന് ടുവേർഡ്സ് എന്തായാലും കൊടുത്തു. ഓണറിന് പ്രൈസിന് സ്യൂ ചെയ്യാൻ പറ്റിയില്ല, കാരണം അയാളത് ഒരു മാസം വെച്ചുകൊണ്ടിരുന്നത്. കാരണം ടേംസ് എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ഒരു മാസത്തിന്റെ ട്രയലാ, 1 month ട്രയലാ. പക്ഷെ ഇയാൾ നോട്ടീസ് 14 ദിവസം കഴിഞ്ഞപ്പോൾ കൊടുത്തു.
അപ്പൊ തന്നെ ഓൾസ് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞപ്പോൾ അയാൾ ചെയ്തില്ല, അയാൾ അത് 1 മാസം വെച്ചോണ്ടിരുന്നു. അപ്പം ഇതിനകത്ത് കോർട്ട് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് കോൺട്രാക്ട് അവിടെ എൻഡ് ചെയ്യാണ്. ദ കോൺട്രാക്ട് എൻഡ്സ് വെൻ ദ നോട്ടീസ് ഓഫ് റിജക്ഷൻ ഇസ് ഗിവൺ അൺലെസ് ദ കോൺട്രാക്ട് ഓൾസോ പ്രൊവൈഡ്സ് ദാറ്റ് ദ ഗുഡ്സ് മസ്റ്റ് ഓൾസോ ബി റിട്ടേൺ വിത്ത് ദ നോട്ടീസ് ഓഫ് റിജക്ഷൻ. ഓക്കെ, അപ്പൊ ഗുഡ്സും കൂടെ റിട്ടേൺ ചെയ്യണം എന്നുള്ളത് കോൺട്രാക്റ്റിൽ അയാൾ വ്യക്തമായിട്ട് പറഞ്ഞില്ല. അതുകൊണ്ട് പ്രൈസിന് സ്യൂ ചെയ്യാൻ പറ്റിയില്ല അയാൾക്ക്. മനസ്സിലായോ? അത് ക്ലിയർ ആയോ? അത് ഓൾസോ തിരിച്ചു അയാൾ റിട്ടേൺ ചെയ്തു. ഇറ്റ് വാസ് റിട്ടേൺഡ് നോട്ട് ഇമ്മീഡിയറ്റ്ലി ബട്ട് വിത്തിൻ എ മന്ത്. അയാൾ 14 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ റിട്ടേൺ ചെയ്തില്ല, പക്ഷെ വിത്തിൻ എ മന്ത്, 1 മാസത്തിനുള്ളിൽ അയാൾ റിട്ടേൺ ചെയ്തു. ഓൾസ് അപ്പുറത്തേക്ക് പോയി, ഓൾസ് സെല്ലറിന്റെ അടുത്തേക്ക് പോയി. അതെ അതെ, നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് ആ കോൺട്രാക്ട് അവിടെ എൻഡ് ആവുകയാണ്. ആ കോൺട്രാക്ട് എൻഡ് ആവുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ റൈറ്റ്സ് ഇല്ല. മനസ്സിലായില്ലേ? അതിന്റെ മുകളിൽ അയാൾക്ക് സ്യൂ ചെയ്യാൻ പറ്റില്ല പ്രൈസിന് വേണ്ടിയിട്ട്. അതെ അതെ കറക്റ്റ്, അത് തന്നെയാണ് അതിന്റെ ലീഗൽ പോയിന്റ്. ആ കോൺട്രാക്ട് അവിടെ എൻഡ് ചെയ്തു, അയാൾ തന്നെയാണ് അതിന്റെ ഓണർ. അത് തന്നെയാണ് അതിന്റെ ലീഗൽ പോയിന്റ്. ഒരു ഓണറിന് അയാൾക്കെതിരെ തന്നെ അയാളുടെ എങ്ങനെയാ അവിടെ സ്യൂ ചെയ്യാൻ? ആ ഓണറിന് ഇയാൾക്കെതിരെ സ്യൂ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ ലോ പോയിന്റ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇറ്റ് വാസ് അതാണ് ശ്രദ്ധിക്കണം. അപ്പൊ കോൺട്രാക്ട് എഴുതുന്ന സമയത്ത് നോട്ടീസ് ഓഫ് റിജക്ഷൻ വരുന്ന സമയത്ത് ഗുഡ്സും കൂടെ ഇതിന്റെ കൂടെ തിരിച്ചു തരണമെന്ന് എക്സ്പ്രസ് ആയിട്ട് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതാണ് ഈ ഡ്രാഫ്റ്റിങ്ങിന്റെ അകത്തുള്ള ആ ഒരു ഇത്. നന്നായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നോട്ടീസ് കൊടുക്കുന്നതിന്റെ കൂടെ ഹോൾസും കൂടെ ഇങ്ങോട്ട് വരണം എന്നുള്ളത് എഴുതണം. ഇല്ലെങ്കിൽ ഇതേമാതിരത്തെ ആൾക്കാർ ആ ലൂപ്പ് ഹോൾസ് മിസ്യൂസ് ചെയ്യും. ആ 1 മന്ത് ട്രയൽ എന്നുള്ളത് അയാൾ മിസ്യൂസ് ചെയ്തതാണ് ശരിക്കും. 14 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ നോട്ടീസ് കൊടുത്തപ്പോ എന്താ പറ്റിയത്? നോട്ടീസ് കൊടുത്തു, അതോടുകൂടി കോൺട്രാക്ട് അവിടെ എൻഡ് ചെയ്തു. പക്ഷെ ഇയാൾ ഈ ഹോൾസ് വെച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് കോടതിയിൽ എത്തുന്നത് കാര്യങ്ങൾ. ഇഫ് എവറിത്തിങ് ഗോസ് ഫൈൻ, ഒരു കുഴപ്പമില്ല. ഇങ്ങനത്തെ ഓരോ ഇഷ്യൂസ് വരുമ്പോഴാണ് സംഭവം കോടതിയിൽ വരുന്നതും ആർഗ്യുമെന്റ്സ് വരുന്നതും ഇങ്ങനത്തെ ഡിസിഷൻസ് വരുന്നതും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ അല്ലേ? ഓക്കെ.